ഹായ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു യാത്രയാണ് കേട്ടോ അത്. യാത്ര എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ യാത്രയാണ്. നമ്മുടെ വീടിൻ്റെ അടുത്ത് ഒരു സ്ഥലമുണ്ട്. അവിടെ നിറയെ ആമ്പലും ഒക്കെ ആയിട്ട് നിൽക്കുന്ന ഒരു സ്ഥലം. അപ്പോൾ ആ സ്ഥലം മോൻ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട് അവൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിലേക്ക് പോണ സമയത്ത്. അപ്പോൾ അവന് ഇതെന്നെ കാണിച്ച് തരണം എന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ എക്സാമൊക്കെ കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, ഉമ്മി നമുക്ക് അവിടെ പോയാലോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്നാൽ അങ്ങോട്ട് പോവാമെന്ന് വിചാരിച്ച് പെട്ടെന്ന് അങ്ങനെ ഉണ്ടായ ഒരു യാത്രയാണ് കേട്ടോ അത്. അപ്പോൾ ഞങ്ങൾ ചെല്ലുമ്പോഴേ താമര ഇങ്ങനെ വിരിഞ്ഞൊന്നും നിൽക്കുന്നുണ്ടായിരുന്നില്ല. ഒരു 3:30-4 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അത് മുട്ടുപോലെ തന്നെയാണ് നിന്നിരുന്നത്. കാരണം രാവിലെ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ചെല്ലണമായിരുന്നു ഇത് ശരിക്കും വിരിഞ്ഞ് നിൽക്കുന്നതായിട്ട് കാണാൻ വേണ്ടിയിട്ട്. എന്തായാലും അങ്ങനെ കണ്ടില്ലെങ്കിലും വിരിഞ്ഞ് നിൽക്കണ കണ്ടില്ലെങ്കിലും ഈ പ്രദേശം ആ സ്ഥലം എന്താ ഒരു ഭംഗിയത്, നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ സ്ഥലങ്ങളൊന്നും ഇപ്പം ഇല്ല. പലതും എല്ലാവരും മൂടി കുഴിച്ച് ഈ വെള്ളമൊക്കെ അങ്ങനെ ഉള്ള തോടൊക്കെ മൂടിയിട്ട് അവിടെയൊക്കെ വീടും എല്ലാം വെക്കുകയാണല്ലോ. ഇപ്പം ഇങ്ങനത്തെ സ്ഥലങ്ങളൊന്നുമില്ല. പണ്ട് ഇതുപോലെ ഞങ്ങൾ ഒരു തോട്ടിൽ ആമ്പൽ പറിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ തോട്ടിൽ ആമ്പൽ പറിക്കുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ അതിൻ്റെ ഇടയിൽ പാമ്പുണ്ടാവും, നമുക്ക് കാണില്ല. ഞാൻ ഇതുപോലെ ഒരു പ്രാവശ്യം ആമ്പൽ പറിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു വലിയ പാമ്പ് ഒറ്റ പോക്ക് അതിൽ കൂടി ആ തോട്ടിൽ കൂടി തന്നെ. അന്ന് എൻ്റെ ജീവൻ പോയി. അപ്പോൾ ഇന്ന് ഞാൻ വളരെ ശ്രദ്ധിച്ച് വെള്ളമൊക്കെ അനക്കിയിട്ടാണ് കേട്ടോ അത് പറിച്ചെടുക്കണത്. അപ്പോൾ മോൾക്കൊന്ന് വേണമെന്ന് പറയുമ്പോൾ പറിച്ചു കൊടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ പൂ പറിച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോയത് ഈ ചെണ്ടുമല്ലി തോട്ടത്തിലാണ്. ചെണ്ടുമല്ലി തോട്ടം എന്നൊക്കെ പറയാമോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. നമ്മൾ തമിഴ്നാട്ടിലൊക്കെ ഉള്ള പോലെ അത്രയ്ക്കൊന്നുമില്ല. ഇത് ഓണത്തിനെ ബേസ് ചെയ്തിട്ട് ഇവിടുത്തെ ഇനി കുടുംബശ്രീയിലെ ചേച്ചിമാരാണോ ആരാണെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. അതിന് ഓരോരുത്തർ വീട്ടിലും ഇപ്പോൾ തൈക്കൾ കൊടുത്തിട്ട് കൃഷിഭവനിൽ നിന്ന് തൈക്കൾ കൊടുക്കുന്നുണ്ടല്ലോ നമ്മുടെ വീട്ടിലും നടാനായിട്ട്. അങ്ങനെ കിട്ടിയിട്ട് നടുന്നതാണോ എന്നും അറിയില്ല. എന്തായാലും ഇത്രയും നടുന്നത് എന്തായാലും ഓണത്തിനെ ബേസ് ചെയ്തിട്ടാണെന്ന് മനസ്സിലായി. അപ്പോൾ ഇത് നമ്മൾ ഇതിന് മുമ്പ് കണ്ടിട്ടുണ്ട് കേട്ടോ, ഇത് നട്ട് വെച്ചേക്കണേക്കെ. അപ്പോൾ ഇത് പൂവായി കഴിഞ്ഞിട്ട് ഇവിടെ പോകണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞതിന് ശേഷം കുറച്ചും കൂടി ടൈം ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ വേറെ എവിടെയെങ്കിലും കൂടി പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഈ പൂന്തോട്ടത്തിലും വന്നു, ഇതൊക്കെ കണ്ടു, കുറേ ഫോട്ടോസും ഒക്കെ എടുത്തേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. ഇതിൽ കാണുന്നേക്കാൾ ഭംഗി നമുക്ക് നേരിട്ട് കാണുമ്പോൾ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത്രയും ഭംഗിയിൽ ഈ പൂക്കൾ മൊത്തം അങ്ങനെ നിറഞ്ഞ് നിൽക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ബീച്ചിലേക്ക് പോയിട്ടോ. ഇത് എറിയാട് ബീച്ചാണ്. അപ്പോൾ ഈ ഇല എന്ന് പറഞ്ഞാലുണ്ടല്ലോ പൂപ്പരുത്തി, ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു മരമാണ്. ഇത് എൻ്റെ കുട്ടിക്കാലമായിട്ട് ഭയങ്കരമായിട്ട് ബന്ധമുള്ളൊരു മരമാണ്. ഇത് ചെറുപ്പത്തിലെ ഞങ്ങൾ ഇടിയപ്പം നൂലപ്പം എന്നൊക്കെ പറയില്ലേ, അതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ മരത്തിൻ്റെ ഇല എടുത്തിട്ടാണ് ഇതിൽ നൂലപ്പം ഉണ്ടാക്കുക. അപ്പോൾ കുഞ്ഞു പിള്ളേരായ ഞങ്ങളെയാണ് ഇതിന് പറഞ്ഞേക്കുക ഈ ഇല പറിക്കാൻ വേണ്ടിയിട്ട്. അന്നേ മുതൽ എനിക്ക് ഈ ഇലയാണ് ഭയങ്കര ഇഷ്ടമാണ്. നൂലപ്പം ഉണ്ടാക്കിയിരുന്നതുകൊണ്ട് മാത്രമല്ല കേട്ടോ, ഇതിന് ഒരു പ്രത്യേക ഭംഗിയാണ്. ഇത് എത്ര വലിയ മരമായാലും ഇതിൻ്റെ കൊമ്പുകളൊക്കെ താഴേക്ക് ഇങ്ങനെ തൂങ്ങിക്കിടക്കും. പിന്നെ നമുക്ക് ഊഞ്ഞാല കെട്ടണമെങ്കിലോ അതിൻ്റെ ചുവട്ടിലിരിക്കണമെങ്കിലോ ഒക്കെ നല്ല രസമാണ്. പിന്നെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇതിന് നിറച്ചും പുഴു ഉണ്ടാവും, അത് ശ്രദ്ധിക്കണം കേട്ടോ. ഇതെല്ലാം ചൊറിയാമ്പുഴു പോലത്തെ ഒരു ചൊറിയാമ്പുഴു തന്നെ അതുണ്ടാവും. അത് കടിച്ചാൽ ഭയങ്കര പ്രശ്നമാണ്, മേലൊക്കെ തടിച്ച് വീർക്കും. അപ്പോൾ ആ ഒരു പ്രശ്നം മാത്രമേ ഈ മരത്തിന് ഞാൻ നോക്കിയിട്ട് കാണുന്നുള്ളൂ. ബാക്കിയെല്ലാം കൊണ്ട് നല്ല മരമാണ്. പക്ഷേ ഇതിപ്പോൾ കാണാനില്ല ഈ മരം. ഈ മരം എവിടെയെങ്കിലുമൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ എനിക്ക്. എൻ്റെ കുട്ടിക്കാലം ഓർമ്മപ്പെടുത്തുന്ന ഒരു മരം കൂടിയാണിത്. അപ്പോൾ കടലിൻ്റെ അടുത്തേക്കൊന്നും പോകാൻ പറ്റില്ല, നിറയെ കല്ലുകൾ ഇങ്ങനെ ഇട്ടേക്കാണ്. ഇപ്പം മഴക്കാലമായ സമയത്ത് കല്ലുകൾ ഇപ്പം വെള്ളം ഇങ്ങോട്ട് കടലിൽ നിന്ന് അരച്ച് കയറി വന്നപ്പോൾ അതിനെ തടയാൻ വേണ്ടിയിട്ട് കുറേ കല്ലുകൾ ഇങ്ങനെ ഇടുമല്ലോ, അങ്ങനെ അവർ ഇട്ട് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. മുന്നൊക്കെ ഇവിടെ ഇറങ്ങാൻ പറ്റുമായിരുന്നു. ഇപ്പോൾ ഇങ്ങനെ കല്ല് വെച്ചിട്ടുണ്ട്. ആ കല്ലിൻ്റെ മറികടന്ന് അങ്ങോട്ട് ചെല്ലാൻ നമുക്കിപ്പോൾ പറ്റില്ല. അങ്ങനെ പറ്റുന്ന സ്ഥലങ്ങൾ വേറെ ഉണ്ട്, കുറച്ചും കൂടി അങ്ങോട്ട് നീങ്ങിയിട്ടൊക്കെ ഉണ്ട്. പക്ഷെ ഞങ്ങൾ അങ്ങോട്ടൊന്നും പോയില്ല. ഒരു തണലത്തിരുന്ന് കുറച്ച് ചിപ്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അതൊക്കെ കഴിച്ച് അവിടെ ഇരുന്നട്ടോ. അങ്ങനെ അന്നത്തെ ദിവസം ഈവനിങ് കഴിഞ്ഞു, നേരെ വീട്ടിൽ പോയി. അപ്പോൾ പിറ്റേ ദിവസമായി. ഇന്ന് വെള്ളിയാഴ്ച ഓണം സെലിബ്രേഷനാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പരിപാടികളാണ് ഇതൊക്കെ. അപ്പോൾ സ്കൂളിലേക്ക് കുറച്ച് പഴം കൊണ്ടുപോകണം. അപ്പോൾ പൂവമ്പഴം വാങ്ങിച്ചിട്ടുണ്ട് സദ്യക്ക് കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ ഏറ്റിരിക്കുന്നത് ഓരോ വീട്ടിലും ഓരോ കുട്ടികളുടെ വീട്ടിൽ നിന്നും ഓരോ വിഭവങ്ങൾ ഓരോ കുട്ടികളും കൊണ്ടുവരേണ്ടത്. അപ്പോൾ നമുക്കെന്ന് പറഞ്ഞാൽ ഞാൻ ഏറ്റിട്ടുള്ളത് മൂത്ത ആൾക്ക് പഴവും അതുപോലെ ഈ വടുകപ്പുളിയുടെ അച്ചാറുമാണ് കേട്ടോ.
അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ട് കാശ്മീരി മുളക് പൊടിയും ഉപ്പും പിന്നെ കുറച്ച് ശർക്കരയുടെ നീരും അതൊക്കെ 1 ടീസ്പൂൺ ആ ഒരു അളവിനനുസരിച്ച് ചേർക്കണം കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇതിൻ്റെ മിക്സിംഗ് എന്ന് വെച്ചാൽ ഇത് എല്ലായിടത്തും ആവണം. അതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ സാധാരണ മുളക് പൊടിയില്ലേ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഇനി നമുക്ക് കുറച്ച് നല്ലെണ്ണ ഒന്ന് ചൂടാക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് കടുക് ഇടുന്നുണ്ട്. ഉലുവ ഇടുന്നില്ല കേട്ടോ. നമുക്ക് ഈ അച്ചാറിൽ വേണമെങ്കിൽ ഉലുവ പൊടി ചേർക്കാം. ഞാൻ ചേർത്തില്ല. ഒരു കയ്പ്പ് ഓൾറെഡി ഇതിനുണ്ട്, ഒരു പുളിയും കയ്പ്പൊക്കെ. അപ്പോൾ ഉലുവയുടെ പൊടി ചേർത്തിട്ടില്ല. അപ്പോൾ അതേ കടുകും വറ്റൽമുളകും വേപ്പിലയും കൂടി താളിച്ച് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്താൽ നമ്മുടെ ഈ അച്ചാർ റെഡിയാണ് കേട്ടോ. സൂപ്പർ ടേസ്റ്റിയാണ്. നമ്മൾ ഈ കല്യാണങ്ങൾക്കൊക്കെ അല്ലെങ്കിൽ ഓണസദ്യക്കൊക്കെ ഉണ്ടാക്കുന്ന സെയിം മെത്തേഡ് തന്നെ കേട്ടോ ഇത്. അപ്പോൾ നല്ല ടേസ്റ്റാണ്. ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കാറില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണേ. പിന്നെ അതെ കായ ചിപ്സ് ഉണ്ടാക്കാൻ കുറച്ച് മതി. 22 പിള്ളേരേ ഉള്ളൂ ഇളയ മോളുടെ. അപ്പോൾ ടീച്ചർ കുറച്ച് മതി എന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ചു വാങ്ങിക്കേണ്ട, നമുക്ക് ഇത് സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാമല്ലോ വീട്ടിൽ. അപ്പോൾ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ജസ്റ്റ് 1 കിലോ കായ മാത്രം വാങ്ങിച്ചുള്ളൂ കേട്ടോ. അതൊന്ന് നന്നായിട്ടൊന്ന് അതിൻ്റെ മുകളിലെ ഇത് തൊലി കളഞ്ഞു. ആ തൊലി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് പയർ കൂട്ടി ഉണ്ടാക്കാൻ പയറിൽ ആ തൊലി ഇട്ടിട്ട് ഉണ്ടാക്കാനായിട്ട് ഒരു ഒലത്ത് പോലെ ഉണ്ടാക്കുമല്ലോ, അത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ കായൊക്കെ ഇതുപോലെ ചെത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് വെളിച്ചെണ്ണയിലൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ ചിപ്സും റെഡി ആയിട്ടോ. അപ്പോൾ അങ്ങനെ ഇവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഏകദേശം ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി കലക്കി ഒഴിക്കുന്നുണ്ട്. അങ്ങനെ ഓരോന്നായിട്ട് കോരി മാറ്റി വെക്കണം കേട്ടോ. അപ്പോൾ ഇവർക്ക് കൊണ്ടുപോകാനുള്ള കാര്യങ്ങൾ ആദ്യം തന്നെ റെഡിയാക്കി കഴിഞ്ഞാൽ നമുക്ക് സമാധാനമാണ്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ റെഡിയാക്കുന്നുള്ളൂ കേട്ടോ. ഇന്നിപ്പോൾ ഇവർ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമെന്നും അറിയില്ല. നമ്മൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇങ്ങനെയുള്ള ദിവസങ്ങളിലൊന്നും നമ്മൾ ഉണ്ടാക്കി വെച്ചാലും കഴിക്കാതെ പോകാറാണ് പതിവ്. അപ്പോൾ പിന്നെ വേണ്ടത് പൂക്കളാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് പൂക്കൾ ഇതൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള പൂക്കളാണ്. ടീച്ചർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഒന്നും പുറത്തുനിന്ന് വാങ്ങിക്കാണ്ട് വീട്ടിൽ നിന്നുള്ള പൂക്കളൊക്കെ മതിയാണ് കേട്ടോ. അങ്ങനെ വാഴല വേണം. വാഴല ഒരാൾക്ക് 4 5 ഒക്കെ വെച്ച് വേണം. അപ്പോൾ മുല്ലപ്പൂ വാങ്ങാൻ മറന്നുപോയി. അതൊരു വലിയ സംഗതിയാണ്. അത് ഇന്നലെ അങ്ങനെ പുറത്ത് പോയതാണ്. എന്നാൽ ഇന്നലെ വാങ്ങാമായിരുന്നു, പക്ഷേ അത് മനസ്സിൽ നിന്ന് അങ്ങോട്ട് വിട്ടുപോയി. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള പിച്ചിപ്പൂവും വേറൊരു മുല്ലപ്പൂ പോലത്തെ വേറൊരു പൂവും കൂടി എടുത്തിട്ട് അവർക്ക് തലയിലൊക്കെ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കോർത്തെടുത്തട്ടോ. പിന്നെ കൊണ്ടുപോകാനുള്ള എല്ലാ സാധനങ്ങളും പാക്ക് ചെയ്തിട്ടുണ്ട്. എല്ലാം ഒന്ന് ചൂടാറിക്കഴിഞ്ഞപ്പോൾ അച്ചാറും അതുപോലെ കായ ചിപ്സും ഒക്കെ പാക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും മതിയാവും. ഒരു ക്ലാസ്സിൽ 10 22 23 പിള്ളേരല്ലേ ഉള്ളൂ. അച്ചാർ ഇത്രയൊക്കെ ഒരുപാടൊന്നും കൂട്ടില്ലല്ലോ. അതുപോലെ ചിപ്സും അങ്ങനെ രണ്ടും പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി വാഴയും പൂക്കളും എല്ലാം പാക്ക് ചെയ്യാനുണ്ട്. അതൊക്കെ ഇവിടെ അടുത്തെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ പഴം, ഈ പഴം കുട്ടികൾ കഴിക്കുമോയെന്ന് അറിയില്ല, അതും പാക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫൈനൽ ലുക്കാണ് കേട്ടോ അത്. അപ്പോൾ എൻ്റെ ഓണവിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. പുതിയ വീഡിയോ ആയിട്ട് ഇനിയും കാണാം.